ഇപ്പൊ ദൈവത്തോട് ബന്ധപ്പെടുത്തിയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആ സ്നേഹത്തെ ശത്രു അറ്റാക്ക് ചെയ്തു. ഡയറക്റ്റ് നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് എനിക്കെന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൻ അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത സ്നേഹത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ എൻ്റെ ഹൃദയത്തെ അവൻ വിഭജിച്ചു. സ്നേഹത്തിൽ വിഭജിക്കപ്പെട്ടു. കർത്താവിനെ പോലെ കർത്താവിനേക്കാൾ ഉപരി ആയി മറ്റെന്തെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ മേൽ ഡയറക്റ്റ് ആയിട്ട് ശത്രുവിന് അവൻ്റെ കെണിയൊരുക്കാൻ പറ്റും. കുടുംബത്തിലെ കാര്യമാണെങ്കിലും, മക്കളുടെ കാര്യമാണെങ്കിലും, ജോലി കാര്യമാണെങ്കിലും, വിവാഹ കാര്യമാണെങ്കിലും, എന്തുവാകട്ടെ, ഏത് വിഷയമാണെങ്കിലും നിനക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ എവിടെയെങ്കിലും ഒരു മാന്ദ്യം സംഭവിക്കുമ്പോഴാണ് നിന്റെ ആത്മാവിന്റെ മേൽ ശത്രുവിന് ഡയറക്റ്റ് അടിക്കാൻ പറ്റുന്നത്. അതായത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ വിശ്വാസ ജീവിതത്തെ, നിന്റെ വിശുദ്ധ ജീവിതത്തെ ഒക്കെ ശത്രുവിന് ഡയറക്റ്റ് അടിക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിനക്ക് അവനോടുള്ള സ്നേഹത്തിൽ മാന്ദ്യം സംഭവിക്കുമ്പോൾ മാത്രമാണ്. ഈ മാന്ദ്യം സംഭവിപ്പിക്കാന്നുള്ളതാണ് ശത്രുവിന്റെ കെണി. അങ്ങനെ ആയിരിക്കുന്ന ഒരു ആത്മാവിനെ ശത്രുവിനെ എങ്ങനെയെങ്കിലും ഈ വിഷയങ്ങളിൽ പെട്ടെന്ന് അസ്വസ്ഥപ്പെടുത്താൻ പറ്റും. പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബങ്ങളില് പരസ്പരം കലഹവും പരസ്പര അസ്വസ്ഥതയും ഭിന്നതയും ഡൈവോഴ്സും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ സ്നേഹം പറ്റി വരണ്ട് തുടങ്ങി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. സ്നേഹം കുറഞ്ഞതുകൊണ്ടാണ് ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹം കുറഞ്ഞുകൊണ്ടാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹം പറഞ്ഞുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, സ്നേഹം കുറഞ്ഞുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സ്നേഹം കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അവരനെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും പറ്റാത്തതിന് കാരണം എന്നിൽ സ്നേഹം കുറയാൻ തുടങ്ങിയതേ. ഇനി സ്നേഹം കുറയാൻ തുടങ്ങിയതിന് പല കാരണങ്ങളുണ്ട്. ആ സ്നേഹം കുറയ്ക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ ഏക ലക്ഷ്യം. അപ്പൊ ശത്രു എവിടെയോ നിന്റെ ഈ സ്നേഹം കുറയ്ക്കാൻ തക്ക വിധത്തിൽ നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒന്നിലെ നിന്നെ അഹങ്കാരിയാക്കി മാറ്റിയിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ തിന്മ കയറിയിട്ടുണ്ടാകാം, സ്വാർത്ഥതയുടെ തിന്മ കയറിയിട്ടുണ്ടാകാം, വെറുപ്പിന്റെ തിന്മ കയറിയിട്ടുണ്ടാകാം, വിദ്വേഷത്തിന്റെ കയറിയിട്ടുണ്ടാകാം, ചില ദുശീലങ്ങളിൽ അത് തിന്മ കയറിയിട്ടുണ്ടാകാം, ചില അടിമത്തങ്ങളായിട്ട്, ചില ലൈംഗിക വൈകൃതങ്ങളായിട്ട്, ചില ദാമ്പത്യ അവിശ്വസ്തതകളൊക്കെ ആയി തിന്മ കയറി കഴിയുമ്പോ ഈ സ്നേഹം പറ്റി വരണം. അതോടുകൂടി കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങളും ഭിന്നതയും കലഹവും അസ്വസ്ഥതകളും ഒക്കെ തലപൊക്കാൻ തുടങ്ങും. ക്രിസ്ത്യാനിറ്റിയുടെ വിഷയം എന്നാ? ക്രിസ്ത്യാനിറ്റിയുടെ വിഷയം എന്ന് പറഞ്ഞ സ്നേഹം മാത്രമാണ് വിഷയം. നമുക്ക് വേറെ വിഷയം പറയാനില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ വിഷയം എന്ന് പറയുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവന്റെ വിഷയം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. സ്നേഹം മാത്രമാണ്, അതിനപ്പുറം ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു എല്ലാ കൽപ്പനകളും, പഴയ നിയമത്തിന്റെ തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളെയും ഇതാ ഞാൻ അതിനെ ഒന്നും തള്ളിക്കളയാനല്ല വന്നത്, എല്ലാം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു ഇതെല്ലാം 2 കൽപ്പനകളിൽ അങ്ങോട്ട് സംഗ്രഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പരമോന്നതമായ കൽപ്പനയെങ്കിൽ ശത്രു ലക്ഷ്യമിടുന്നതും അവന്റെ നിഗൂഢ ലക്ഷ്യവും ഈ സ്നേഹത്തിന് മങ്ങലേൽപ്പിക്കുക എന്നതും മാത്രമാണ്. ആണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തോടുള്ള സ്നേഹവും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും എവിടെയെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുക. ദൈവത്തോടുള്ള സ്നേഹത്തിൽ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ പൂർണ്ണതയില്ല, അല്ലെങ്കിൽ ആ സ്നേഹം എവിടെയോ വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥനയിൽ മടി തോന്നുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ല, പ്രാർത്ഥനയിൽ അനുഭവം ഉണ്ടാകുന്നില്ല. അനുഭവം ഉണ്ടാകുന്ന വിഷയങ്ങൾ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാരണം ദൈവം നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഒരനുഭവവും ദൈവം തരില്ല. പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ദൈവത്തിന്റെ കൂടെ ഇരുന്നിട്ടും മാസങ്ങൾ ദൈവത്തിന്റെ കൂടെ ഇരുന്നിട്ടും ഒരു ദൈവാനുഭവം ഇല്ലാത്ത രീതിയിൽ ചുമ്മാ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അനുഭവങ്ങളുണ്ട്. അതെന്തിനാണ് ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, മോനെ, നിനക്ക് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ദൈവാനുഭവം നീ അധ്വാനിച്ചത് കൊണ്ടല്ല, അത് ദൈവം തരേണ്ടതാണ് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നിനക്ക് പ്രാർത്ഥനയിൽ പോലും കിട്ടുന്ന ദൈവാനുഭവം ഉണ്ടല്ലോ, ദൈവികാനന്ദം ഉണ്ടല്ലോ, ദൈവസ്നേഹത്തിന്റെ ചലനങ്ങളുണ്ടല്ലോ, അത് നീ പ്രാർത്ഥിച്ച് നേടിയെടുത്തതല്ല, അത് ദൈവം നിനക്ക് തരുന്നതാണ് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാ ചിലപ്പോഴെങ്കിലും പ്രാർത്ഥനയിൽ ഒരനുഭവം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.